പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് പ്രാർത്ഥനയോടുകൂടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ദൈവം നിങ്ങളെ കാത്തുപരിപാലിക്കുന്നു. ദൈവം നിങ്ങളോട് കൂടെയുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. പ്രത്യേകിച്ച് ഗൾഫ് കൺട്രികളിൽ നിന്നൊക്കെ എന്നെ കാണുന്നവരുണ്ട്. എന്റെ പ്രാർത്ഥന നിങ്ങളോട് കൂടെയുണ്ട്. ഈ സമയത്ത് വളരെയധികം ടെൻഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന സമയമായിരിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത ആ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. എന്റെ പ്രാർത്ഥനകളിൽ ഞാൻ നിങ്ങളെ ഓർത്തുകൊണ്ട് സ്ഥിരവും പ്രാർത്ഥിക്കാറുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ശുശ്രൂഷകൾക്ക് നൽകി തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും പ്രാർത്ഥനകൾക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്നുകൊണ്ട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ശബ്ദമേറിയ ഒരു ദൈവിക ആലോചന, ഒരു പ്രവചന ശബ്ദം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ പ്രവചന ശബ്ദത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഭൂമിപ്പാഴും ശൂന്യമായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതവും ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. എവിടെ നോക്കിയാലും ശൂന്യതയാണുള്ളത്. അവിടെ കൊടുത്തിരിക്കുന്ന പദം കയോസ് എന്നുള്ള പദമാണ്. കൺഫ്യൂഷനാണ്, നിവർന്നു നിൽക്കാൻ പറ്റാത്ത അനുഭവമാണ്. എങ്ങോട്ടാണ് എന്റെ ലൈഫ് പോകുന്നത് എനിക്കെന്ന് അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്നവരുണ്ട്. ഈ പ്രാർത്ഥനയിൽ നിങ്ങൾക്കു വേണ്ടി ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട ഒരു വചനമുണ്ട്. യബ്ബേസ് എന്ന് പറയുന്നവൻ, അവന്റെ ജീവിതത്തിന്മേൽ അവന്റെ അമ്മ അവനെ പ്രസവിച്ചപ്പോൾ വേദനയോടുകൂടെ ഞാൻ അവനെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന്റെ പേര് വ്യസനപുത്രൻ എന്ന് പറഞ്ഞിടുവാനിടയായിത്തീർന്നു. അവന്റേതായ പരിമിതികൾ ഉണ്ടായിരുന്നു. ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഒരുപാട് പരിമിതികളിൽ നിന്നുകൊണ്ടായിരിക്കാം എന്നെ കാണുന്നത്. ഒരുപാട് ബൗണ്ടറികളിൽ നിന്നുകൊണ്ടായിരിക്കാം എന്നെ കാണുന്നത്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ എന്റെ യേശുവിന് മാറ്റം വരുത്തുവാൻ ആഗ്രഹമുണ്ട്. ആ കടത്ത നോക്കിക്കൊണ്ട് പ്രൈസ് ദി ലോർഡ് ഭയപ്പെട്ടുകൊണ്ടായിരിക്കാം ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്നത്. കൂട്ടുകുടുംബക്കാർ എല്ലാവരും നിങ്ങളെ തള്ളിക്കളഞ്ഞ സഹോദരിയായിരിക്കാം, സഹോദരനായിരിക്കാം. നിങ്ങൾ ഹൃദയത്തിൽ നിന്നുകൊണ്ട് സ്നേഹിച്ചു. നിങ്ങൾ ആഴമേറിയ രീതിയിൽ അവരെ സാമ്പത്തികമായി സഹായിച്ചു. എന്നാൽ അവസാനം നിങ്ങൾക്കൊരാവശ്യം കടന്നു വന്നപ്പോൾ ഒരു വ്യക്തി പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് എന്നെ കാണുന്നവരുണ്ട്. അവരുടെ ഒക്കെ ജീവിതത്തിന്റെ മേൽ ദൈവപ്രവൃത്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഏത് സമയത്താണോ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത്, അതേ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി അയക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഈ ജനത്തെ ദൈവം സ്നേഹിക്കുന്നുവല്ലോ. അങ്ങനെ കരുതലിന്റെ കരം ഇന്ന് ഈ ജനം അനുഭവിക്കാൻ പോകുന്നതിനായി സ്വത്രം ചെയ്യുകയാണ്. കർത്താവേ, ആ കയോസ്, ആ കൺഫ്യൂഷൻ, ആ ശൂന്യത അവരുടെ ജീവിതത്തിൽ നിന്ന് ദൈവം എടുത്തു മാറ്റുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് മഹത്വം കരേറ്റുകയാണ്. അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിന്റെ മേൽ നടക്കട്ടെ. ആ സാമ്പത്തിക വിഷയത്തിൽ നിന്ന് അത്ഭുത കരം ചലിക്കട്ടെ. എന്റെ ദൈവമോ, നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും അവന്റെ ധനത്തിനും മഹത്വത്തിനൊത്തവണ്ണം തീർത്തു തരാമെന്നുള്ളത് വചനമാകയാൽ
ആ വചനത്തെ യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിനു വേണ്ടി നമ്മൾ റിലീസ് ചെയ്യുകയാണ്, അനുഗ്രഹിക്കുന്നു. ആ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഇന്നത്തെ പ്രാർത്ഥന ഈ ജനത്തിന്റെ ജീവിതത്തിന്റെ മേൽ വലിയ വിടുതലിന് കാരണമാക്കി തീർക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഒരുപാട് സാക്ഷ്യങ്ങൾ കടന്നു വരട്ടെ. ഇന്നത്തെ പ്രവചന സന്ദേശം ഇവരുടെ ജീവിതത്തിന്റെ സ്റ്റോറി മാറ്റുന്ന ഒരു ദിവസമാക്കി ദൈവം തീർക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. യേശുവിൻ നാമത്തിൽ തന്നെ യാമേൻ, യാമേൻ. എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് തിങ്കൾ തൊട്ട് ശനിയാഴ്ച വരെ ഈ ചാനലിലൂടെ ശക്തമേറിയ വിടുതലും ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. ഇതുവരെ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തൊട്ട് ഫോളോ ചെയ്തു തുടങ്ങിക്കോ. അസാധാരണമാകുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവം ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു വേടാണ് എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നത്. മാനുഷികമായി എല്ലാം തീരുന്ന സ്ഥലത്ത്, തീരുന്ന സമയത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുവാനിടയായി തീരും. എനിക്കറിയാം ഈ പ്രവചന ദൂത് ഇന്ന് ആയിരങ്ങൾ ഈ സന്ദേശം കേൾക്കുവാനിടയായി തീരും. ഈ 1000 പേർക്കും ഇതേ വേർഡ് ദൈവാത്മാവ് നൽകി തരികയാണ്. നിന്റെ ചിന്ത അവസാനിക്കുന്ന സ്ഥലത്ത്, നിന്റെ പ്രതീക്ഷകൾ അറ്റുപോകുന്ന സ്ഥലത്ത്, നിന്റെ മുൻപിൽ ഇനി ഒന്നുമില്ലെന്ന് നീ പറയുന്ന സമയത്ത് ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് പല കുടുംബങ്ങളും ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എല്ലാം തീർന്നു, ഇനി ഒന്നും എന്റെ മുൻപിലില്ല, ഒരു പ്രതീക്ഷ പോലും ഇല്ല എന്ന് പറയുന്ന നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വരും. യേശുവിന്റെ നാമത്തിൽ പല കുടുംബങ്ങൾ അത് കാണുവാൻ വേണ്ടി പോകുകയാണ്. മനുഷ്യശക്തി തീരുന്നതുവരെ ചില സമയങ്ങളിൽ ദൈവം കാത്തിരിക്കുവാനിടയായിത്തീരും. ആമേൻ. അർത്ഥാൽ ഒരു മനുഷ്യൻ പോലും ദൈവം ചെയ്യുന്ന പ്രവൃത്തിയിൽ മഹത്വമെടുക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. നമുക്കറിയാം, പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ നമ്മൾക്ക് കാണുവാൻ പറ്റും. മാർത്തയും മറിയും ലാസറും അടങ്ങിയ ബഥാനിയിലെ ആ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. യേശു എന്നൊക്കെ ബഥാനിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ ആ ദിവസങ്ങളെല്ലാം യേശു വന്ന് താമസിക്കുന്ന സ്ഥലമാണ് ബഥാനിയിലെ കുടുംബം എന്ന് പറയുന്നത്. ആമേൻ. യേശു താമസിക്കുക മാത്രമല്ല, ആ കുടുംബത്തെ വളരെയധികം യേശു സ്നേഹിക്കുവാനിടയായി തീർന്നു. ഇന്ന് എനിക്കറിയാം, ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങളുണ്ട് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിനു വേണ്ടി നിൽക്കുകയും ദൈവത്തിനു വേണ്ടി കൊടുക്കുകയും ശുശ്രൂഷയിൽ അനേകർക്ക് ആശ്വാസമായിരിക്കുന്ന കുടുംബങ്ങൾ. നിങ്ങളോടുള്ള ദൈവിക ദൂത്, ദൈവം നിന്നെ ഒരു നാളും മറന്നുകളകയില്ല. ദൈവം നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല. എന്നാൽ ഈ കുടുംബത്തിന് ഒരാവശ്യം വന്നപ്പോ യേശുവിനെ അവിടെ കാണാനില്ല. മാർത്തയും മറിയും ചിന്തിച്ചു, യേശു അവരോട് കൂടെ കടന്നു വരുമെന്ന്. ആ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയായ ലാസർ ദീനം പിടിച്ചു കടക്കുവാനിടയായി തീർന്നു. എന്നാൽ ദീനം പിടിച്ചു കടക്കുന്ന ഭവനത്തിലേക്ക് യേശു വരുമെന്നവർ ചിന്തിച്ചു. എന്നാ വേദനാജനകമായ അനുഭവമാണ്. യേശുവിന്റെ ശുശ്രൂഷയുണ്ട്. അനേക വ്യക്തികൾ സൗഖ്യമാകുന്നത് ഒരുപക്ഷെ ഈ കുടുംബം കണ്ടതായിരിക്കാം. അത്ഭുത വീര്യപ്രവൃത്തികൾ യേശു ചെയ്യുന്നത് കണ്ട് സന്തോഷിച്ച ഒരു കുടുംബമാണ്.
അവർക്കൊരാവശ്യം കടന്നു വന്നപ്പോൾ യേശു അവരുടെ ഭവനത്തിലില്ല. ഇത് തന്നെയല്ലേ പല വ്യക്തികളും പറയുന്നത്? പക്ഷേ ദൈവദാസന്മാരെ ഞങ്ങൾ ശുശ്രൂഷിച്ചു, അനേക സഭകളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, ദൈവരാജ്യം നിമിത്തം ഞങ്ങളാൽ കഴിയുന്നത് മൊത്തം ഞങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് ഞങ്ങൾ ഒരു വിഷയത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു ദൈവ പ്രവൃത്തി പോലും എന്റെ ഭവനത്തിന്റെ മേൽ, എന്റെ മക്കളുടെ മേൽ, എന്റെ കൊച്ചു മക്കളുടെ മേൽ എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. ഞാൻ പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ മേൽ കാലതാമസമുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു വലിയ ദൈവമഹത്വം നിന്റെ ഭവനത്തിന്റെ മേൽ, നിന്റെ മക്കളുടെ മേൽ, നിന്റെ കൊച്ചുമക്കളുടെ മേൽ ഈ സീസണിൽ നിനക്ക് കാണാൻ പറ്റും. പ്രാർത്ഥനയോടുകൂടെ ഈ വേർഡിനെ നിങ്ങൾ ഏറ്റെടുത്തോ. ഈ വചനം ജീവിപ്പിക്കുന്ന വചനമാണ്. ഇത് പറയുമ്പോൾ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഞാൻ സൂം മീറ്റിംഗിൽ നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ ഡെയിലി കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള, നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയം അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ലാസർ ദീനമായി കിടക്കുന്നു എന്നറിയുമ്പോൾ, ലാസർ മരിച്ചു പോകുമെന്ന് യേശു അറിയുമ്പോൾ, യേശു താമസിച്ച സ്ഥലത്ത് 2 ദിവസം കൂടി താമസിക്കുന്നു. ലാസർ മരിച്ചു എന്ന് യേശു അറിയുന്നു. ഈ സമയത്ത് ശിഷ്യന്മാർ പറയുകയാണ്, അവൻ മരിച്ചുപോയി. അവന്റെ ഭവനത്തിലേക്ക് യേശു പോകാമെന്ന് പറയുമ്പോൾ, അവനോടുകൂടി മരിപ്പാൻ വേണ്ടി നമുക്ക് പോകാമെന്ന് ശിഷ്യന്മാർ പറയുന്നു. എന്നാൽ യേശു ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണ എന്റെ യേശുവിനുണ്ടായിരുന്നു. ഈ മരണം, ഈ ദീനം മരണത്തിനല്ല, മരണത്തിനപ്പുറത്ത് ഒരു ദൈവിക മഹത്വം ഈ കുടുംബത്തിന്റെ മേൽ, ഈ ദേശം കാണത്തക്ക രീതിയിൽ എന്റെ യേശു ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. ഇന്നും നിങ്ങളോടുള്ള പ്രവചന ശബ്ദം, നിന്നോടുള്ള ദൂതാണെങ്കിൽ നീ ഏറ്റെടുത്തോ. വലിയ ദൈവിക മഹത്വം നിന്റെ മക്കളുടെ മേൽ, നിന്റെ കൊച്ചുമക്കളുടെ മേൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ ചലിക്കുകയാണ്. കഴിഞ്ഞ നാളുകൾ നിന്റെ ജീവിതത്തിന്റെ മേൽ ഒരു ഡിലേ ഉണ്ടായിരുന്നെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ മേൽ കാലതാമസം ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അകാലതാമസം അടുത്ത ഒരു ദൈവിക മഹത്വത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി പോകുകയാണ്. നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ: എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ വന്ന കാലതാമസം ഒരു വലിയ ദൈവിക മഹത്വത്തിന്റെ വേദിയായി തീരാൻ വേണ്ടി പോകുകയാണ്. ഇത് പറയുമ്പോൾ, ഇത് എഴുതുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അങ്ങനെ തന്നെ സംഭവിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ആ നിമിഷം അത് പരാജയമല്ല, അതൊരു മാറ്റത്തിന്റെ സമയമാണ്. മാർത്തയും മറിയും പറവാനിടയായി തീർന്നു. അവൻ ഇനി ഉയർത്തെഴുന്നേൽക്കും. അതിപ്പോഴല്ല, ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തിങ്കൽ ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ അവൻ സഹോദരിമാരെ, നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ആ രാജാവുണ്ടല്ലോ, അവൻ കേവലം മനുഷ്യനല്ല, അവൻ ദൈവത്തിന്റെ പുത്രനാണ്, അവൻ ദൈവമാണ്. അവനാണ് യഥാർത്ഥത്തിൽ പുനരുത്ഥാനവും ജീവനും. ചില കുടുംബങ്ങളുടെ മേൽ ആ ജീവൻ വ്യാപരിക്കട്ടെ. മരണക്കടക്കയിൽ നിന്ന് എന്നെ കാണുന്നവരുണ്ട്, അവരുടെ മേൽ യേശുവിന്റെ നാമത്തിലുള്ള ജീവനെ ഞാൻ റിലീസ് ചെയ്യുകയാണ്.
എല്ലാം തീർന്നു. ഡെഡ് എൻഡിലാണ് ഞാൻ ആയിരിക്കുന്നത്. ഇനി എന്റെ മുൻപിൽ വഴികളില്ല എന്ന് പറയുന്ന നിന്റെ ജീവിതത്തിന്റെ മേൽ ഒരു ഡിവൈനായിരിക്കുന്ന യൂട്ടേൺ എന്റെ ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്യുകയാണ്. ശുശ്രൂഷകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് നിങ്ങൾ തോന്നുകയാണ്, ദയവ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മഹത്വകരമാകുന്ന ശുശ്രൂഷയുടെ ഒരു ഭാഗം കൂടി നിങ്ങളായിത്തീരുകയാണ്. അബ്രഹാമിന് തന്റെ ശരീരം മരിച്ചതിന് തുല്യമെന്നാണ് റോമാലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. മരിച്ചു. അമേൻ. എന്നാൽ ഒരു കുഞ്ഞുണ്ടാകുക എന്ന് പറയുന്ന അസാധ്യമാണ്. അവസാനം കണ്ടവനാണ്. എന്നാൽ അവന്റെ ജീവിതത്തിന്റെ മേൽ എന്റെ ദൈവം അവൻ അവിശ്വാസത്തിൽ ക്ഷീണിക്കാതെ വിശ്വാസത്തിൽ ബലപ്പെട്ടത് കാരണത്താൽ 100-ാം വയസ്സിൽ എത്തി നിൽക്കുമ്പോൾ ദൈവിക വാഗ്ദത്തത്തിന്റെ നിവർത്തി അവന്റെ ഭവനത്തിൽ വെളിപ്പെട്ടതുപോലെ ചിലരെ നോക്കിക്കൊണ്ട് ഇന്ന് ഈ വേർഡിനെ ഞാൻ പ്രവചിച്ചു പറയുകയാണ്. അത്ഭുത ദൈവ പ്രവൃത്തിയുടെ ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയുടെ സീസൺ ചിലരുടെ മുമ്പിൽ എന്റെ ദൈവം അൺഫോൾഡ് ചെയ്യുകയാണ്. ആമേൻ പറഞ്ഞുകൊണ്ട് ഈ പ്രവചന ശബ്ദത്തെ നിങ്ങൾ ഏറ്റെടുത്തോ. അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിന്റെ മേൽ ഇപ്പോൾ തന്നെ നടക്കുകയാണ്. എല്ലാം തീർന്നു എന്ന് പറയുമ്പോൾ അവൻ ഇറങ്ങി വരും. എനിക്കറിയാം പല കുടുംബങ്ങളുടെ മേൽ, എന്റെ ആത്മാവിൽ ഞാനത് ഫീൽ ചെയ്യുകയാണ്. പല കുടുംബങ്ങളുടെ മേൽ എല്ലാം തീർന്നു എന്ന് പറയുന്ന പല കുടുംബങ്ങളുടെ മേൽ അവൻ ഇറങ്ങി വരികയാണ്. അവൻ പത്രോസ് കഴിഞ്ഞ രാത്രി മൊത്തം അധ്വാനിച്ചു. അവൻ ഒന്നും കിട്ടിയില്ല. പലരുടെയും ജീവിതം കടന്നു പോകുന്നത് ഇങ്ങനെയാണ്. എല്ലാം തീർന്നു പാസ്റ്റർ, എല്ലാം തീർന്നു, ഒന്നും കിട്ടുകയില്ല, ഒന്നും കിട്ടുന്നില്ല. അധ്വാനിക്കുന്നുണ്ട് എന്നാൽ ഒന്നും കിട്ടുന്നില്ല. അവിടെ ദൈവിക മഹത്വം ഇന്ന് ഈ ദിവസം തന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരട്ടെ. യേശു പറവാനിടയായി തീർന്നു. അല്പം കൂടി ആഴത്തിലേക്ക് ഇറങ്ങി നീ വല വീശുക. പത്രോസിന് കടലിനെ പറ്റി വ്യക്തമായ ധാരണയുള്ളതാണ്. കഴിഞ്ഞ രാത്രി മൊത്തം അധ്വാനിച്ചു, എന്നിട്ടൊന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല വീശാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങി തിരിച്ചപ്പോൾ അവന് തന്നെ സർപ്രൈസ് ആകത്തക്ക രീതിയിൽ അവൻ അത്ഭുതം സംഭവിക്കുവാനിടയായി തീർന്നു. ഈ 2026 മാർച്ച് മാസത്തിന്റെ ആദ്യത്തെ ദിവസത്തിൽ ദൈവാത്മാവ് നിന്നോട് ദൂത് പറയുന്നു. നിനക്ക് വരെ അത്ഭുതമാകുന്ന തരത്തിൽ, നിനക്ക് തന്നെ അതിശയിപ്പിക്കുന്ന രീതിയിൽ എന്റെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഈ സീസണിൽ ചലിക്കുവാൻ വേണ്ടി പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ രോഗാത്മാവിനെ ഞാൻ ദൂരീകരിക്കുകയാണ്. പൈശാചിക മേഖല അവൻ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ മാനസികമായി നിങ്ങളുടെ ബുദ്ധിയെ അമലമാക്കി വെച്ചിരിക്കുന്ന ചില കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വേണ്ടി ഇന്ന് ആ അത്ഭുതത്തിന്റെ കരം നിന്റെ ഭവനത്തിന്റെ മേൽ വരികയാണ്. മഹത്വം നിന്റെ ഭവനത്തിന്റെ മേൽ ചലിക്കുകയാണ്. യേശു പറഞ്ഞു, ഈ ദീനം മരണത്തിനല്ല, അതിനേക്കാൾ ഉപരിയായി ദൈവിക മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. എത്ര പേർ വിശ്വസിക്കുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അത് മരണത്തിനല്ല, അതെന്നെ തീർത്ത് കളവാനല്ല, അതിനപ്പുറത്തൊരു ദൈവിക മഹത്വം എനിക്ക് വേണ്ടി ചലിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാമോ, എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട്. പാലക്കാട് നമ്മളുടെ ആരാധനകൾ നടക്കുന്നത് ജോബീസ് മാൾ എന്നറിയപ്പെടുന്ന JB റോഡിലുള്ള, പാലക്കാട് JB റോഡിലുള്ള ജോബീസ് മാളിൽ വെച്ചാണ്. അതിന്റെ 4-ാം നിലയിലാണ്. സിൽവർ ഹോൾ എന്നറിയപ്പെടുന്ന ആ ഹോളിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ നടത്തുന്നത്. ആ വിടുതൽ ശുശ്രൂഷകളിലേക്ക്, ആ ആരാധനയിലേക്ക്, ആ പ്രൊഫറ്റിക്കൽ സെക്ഷനിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും. ആമേൻ. ചിലത് നിന്റെ ജീവിതത്തിന്റെ മേൽ
പ്രൈസ് ദി ലോർഡ്. ദൈവപ്രവർത്തികളുടെ വേദിക്ക് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാം തീർന്നു എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയതായി ചിലത് സാക്ഷ്യത്തിന് വേണ്ടി റെഡിയാകാൻ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. കർത്താവേ, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു ദൈവപ്രവൃത്തി ഇവരുടെ ഭവനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. സാക്ഷ്യങ്ങൾ കടന്നു വരട്ടെ. അത്ഭുതത്തെ വയ്ക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. നാളെ ഓരോരു മെസ്സേജുമായി കാണാം. God bless you all.